അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് ജില്ലാ പഞ്ചായത്തിന് കോടതിയുടെ താക്കീത്. കരാറുകാരന് 69 ദിവസം നീട്ടി നൽകി. അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് സുഗമമായി തുടരുമ്പോഴും ജില്ലാ പഞ്ചായത്തിന് കോടതിയുടെ താക്കീത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന ജങ്കാർ സർവീസ് നിർത്തലാക്കി പകരം ഫെറി സർവീസ് ആരംഭിച്ചുവെങ്കിലും അഴീക്കോട് പോർട്ട് കൺസർവേറ്റർ ഫെറി ബോട്ടിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് പരിശോധന നടത്തി ബോട്ട് സർവീസ് തടയുകയായിരുന്നു. ഈ അവസരം മുതലെടുത്ത് അധികൃതർ ഒരു സുപ്രഭാതത്തിൽ മുനമ്പത്ത് ബോട്ട് അടുപ്പിക്കുന്നതിന് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയിരുന്ന ബോട്ട് ജെട്ടി ആരോടും പറയാതെ പൊളിച്ചു നീക്കി. ഇതോടെ സർവീസ് നിലക്കുകയായിരുന്നു. 3 മാസക്കാലം പ്രതിഷേധ സ്വരങ്ങളൊന്നുമില്ലാതെ 16 കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞ് നാട്ടുകാർ അഴീക്കോട് നിന്ന് മുനമ്പത്തേക്ക് യാത്ര ചെയ്തു. പകരം സംവിധാനമൊരുക്കാൻ ജില്ലാ പഞ്ചായത്ത് യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് അഴീക്കോട് മുനമ്പം പാലം സമരസമിതിയും കോൺഗ്രസും പോഷക സംഘടനകളും വിവിധ സമരപരിപാടികളുമായി രംഗത്തിറങ്ങിയത്. ജില്ലാ പഞ്ചായത്തിന് യാതൊരു കുലുക്കവുമില്ലാതായതോടെ കോൺഗ്രസ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ഇതിനിടെ അഴീക്കോട് മുനമ്പം ഫെറി സർവീസിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി സമരസമിതി നേതാക്കളായ EK സോമൻ മാസ്റ്റർ, PA കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ മുനമ്പം ഫെറിയുടെ മേൽനോട്ട ചുമതല പഞ്ചായത്ത് ഡയറക്ടർക്ക് നൽകി കോടതി ഉത്തരവിറക്കി. ഒക്ടോബർ 23-ന് കോൺഗ്രസ് ആരംഭിച്ച നിരാഹാര സമരം 18 ദിവസം പൂർത്തിയാക്കി നവംബർ 8-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി ബോട്ട് സർവീസ് ട്രയൽ റൺ നടത്തിയ ശേഷം 9-ന് രാവിലെയാണ് അവസാനിപ്പിക്കുന്നത്. എന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ബോട്ട് സർവീസ് സുഗമമായി പുനരാരംഭിക്കാനായത്. സർവീസ് പുനരാരംഭിച്ച് മാസം പൂർത്തിയാക്കുന്നതിന് മുൻപേ പോർട്ട് കൺസർവേറ്റർ വീണ്ടും ബോട്ട് പരിശോധിച്ച് ഫിറ്റ്നസ് ഇല്ലെന്ന് രേഖപ്പെടുത്തി സർവീസ് തടസ്സപ്പെടുത്തി. ഇതോടെ കരാറുകാരൻ പോർട്ട് കൺസർവേറ്റർക്കെതിരെ വിജിലൻസിലും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. നിലവിലുണ്ടായിരുന്ന ബോട്ടിന് പകരം പൊന്നാനിയിൽ നിന്ന് മറ്റൊരു ബോട്ട് വാടകയ്ക്കെടുത്ത് അഴീക്കോട് എത്തിച്ചു. എന്നാൽ ഫെബ്രുവരിയിൽ കരാർ അവസാനിച്ചതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പുതിയ കരാറിന് ടെൻഡർ ക്ഷണിച്ചു. വളരെ കുറഞ്ഞ നിരക്കിൽ ടെൻഡർ വന്നതിനാൽ റീടെൻഡർ ചെയ്യുകയായിരുന്നു. ഇതിനിടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട 6 മാസത്തെ സർവീസ് അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് കരാറുകാരൻ ജില്ലാ പഞ്ചായത്തിന് കത്ത് നൽകി. എന്നാൽ ഇത് പരിഗണിക്കപ്പെട്ടില്ല. റീടെൻഡർ കൂടി പരാജയപ്പെട്ടതോടെ ഇനി തങ്ങൾ എന്തു ചെയ്യാനാ എന്ന മട്ടിലായി ജില്ലാ പഞ്ചായത്ത്. ഇതോടെ ബോട്ട് സർവീസ് അനിശ്ചിതമായി വീണ്ടും മുടങ്ങി. ഹർജിക്കാർ കോടതിയെ സമീപിച്ചു. കോടതി പഞ്ചായത്ത് ഡയറക്ടർക്ക് താക്കീത് നൽകി. നിലവിലെ കരാറുകാരന് നഷ്ടപ്പെട്ട ദിവസങ്ങളുടെ കണക്കെടുത്ത് 69 ദിവസം കൂടി കൂട്ടി നൽകാൻ നിർദ്ദേശിച്ചതോടെ ജില്ലാ പഞ്ചായത്ത് അധികൃതർ കരാറുകാരനെ വിളിച്ചു വരുത്തി കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ആഴ്ച മുതൽ 69 ദിവസത്തെ കരാർ സ്ഥാപിച്ചു നൽകുകയായിരുന്നു.